ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങിയ മുഖ്യമന്ത്രി. ജൂൺ 3-4 തീയതികളിൽ കൂടിക്കാഴ്ച നടത്താനാണ് ശ്രമം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, ഈ ദേശീയപാത നിർമ്മാണത്തിലെ ഇപ്പോഴത്തെ പാകപ്പിഴകൾ കേരളത്തിൽ വലിയ രാഷ്ട്രീയവാദമായി മാറിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ അദ്ദേഹം നിതിൻ ഗഡ്കരിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറെടുക്കുന്നത്. 3-4 തീയതികളിലാണ് കൂടിക്കാഴ്ച എന്നത് തീരുമാനിച്ചു കഴിഞ്ഞോ? മറ്റെന്തെല്ലാം വിവരങ്ങളുണ്ട്? ഗോപികൃഷ്ണൻ, ഈ സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അടക്കം പുറത്തു വന്ന ഘട്ടത്തിൽ അവരുടെ പ്രതിച്ഛായയ്ക്ക് പോലും മങ്ങലേൽപ്പിച്ചിട്ടില്ല എന്ന് നേതാക്കൾ പറയുമ്പോഴും അതിന് ഒരു മങ്ങലേൽപ്പിച്ച ഒന്നുകൂടിയാണ് ഈ ദേശീയപാതയിലെ മലപ്പുറം കൂരിയാട് ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന ഈ അപാകതകൾ. ആ റോഡിലുണ്ടായ വിള്ളൽ ഉൾപ്പെടെ ഇതിൽ കേന്ദ്രം ഇതുവരെയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയും KNRന് പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ഒരു കൂടിക്കാഴ്ച നടത്താനായി ശ്രമിക്കുന്നത്. 3-4 തീയതികൾ, അതായത് ജൂൺ 2 തീയതി രാത്രി മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് എത്തുകയാണ്. ഇതിൽ 3-4 തീയതികളിൽ മുഖ്യമന്ത്രി ഡൽഹിയിൽ തുടരുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം കൂടിക്കാഴ്ച നടത്താനായി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കുന്ന ആ ഒരു മുറയ്ക്കായിരിക്കും ഈ കൂടിക്കാഴ്ച നടക്കുക. മറ്റൊരു വിഷയം എന്നുള്ളത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും കേന്ദ്ര സഹായം, സംസ്ഥാനം ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള ഒരു കേന്ദ്ര സഹായം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു നിർണായക കൂടിക്കാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും നടത്താനായി ഒരുങ്ങുന്നതായുമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ അമിത്ഷായാണ്. അപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയെ കണ്ട കാര്യങ്ങൾ ധരിപ്പിക്കുവാനും കേന്ദ്ര സഹായം ലഭ്യമാക്കുവാനുള്ള വഴികൾ അത് തേടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ആ കൂടിക്കാഴ്ചയും നടക്കുക. എന്തായാലും 2 പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകളൊക്കെ ആയിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ ശ്രമങ്ങൾ നടത്തുന്നത്. അത് സമയം അനുവദിക്കുന്ന മുറയ്ക്കായിരിക്കും ആ കൂടിക്കാഴ്ചകൾ നടക്കുക.